പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളെ കാണുന്നു. ഞങ്ങൾ ഈ നിയമസഭയിൽ നിരന്തരമായി കൊണ്ടുവന്ന് പ്രതിപക്ഷത്തിൻ്റെ സമ്മർദ്ദഫലമായിട്ടും സാമൂഹ്യ സമ്മർദ്ദവും മീഡിയ എല്ലാവരും ഏറ്റെടുത്തപ്പോഴാണ് കേരളത്തിൽ ഇപ്പോൾ ഈ നടക്കുന്ന റെയ്ഡ് ഇപ്പോഴാണോ ഗവൺമെൻറ് അറിയുന്നത് കേരളം മുഴുവൻ ലഹരി മരുന്നാണെന്ന്? ഈ മന്ത്രിമാർ രണ്ടുപേരും ഇപ്പോഴാണ് അറിയുന്നത് കേരളത്തിൽ മുഴുവൻ ലഹരി മരുന്നാണെന്ന്. ഞങ്ങൾ നിയമസഭയിൽ കൊണ്ടുവന്നപ്പോഴാണ് അവരറിയുന്നത്. മാധ്യമങ്ങളത് ഒരു പ്രോഗ്രാമായി മാറ്റിയപ്പോഴാണ് അവരറിയുന്നത്. ഞങ്ങൾ 2022 ഞങ്ങൾ പറഞ്ഞതാണ് എല്ലാവർക്കും ഒരുമിച്ച് നേരിടണം. ഞങ്ങൾ പൂർണ്ണമായ പിന്തുണ ഗവൺമെൻറ്റിന് വാഗ്ദാനം ചെയ്തു. അനങ്ങിയില്ലല്ലോ 2 വർഷം. ഈ 5 ഗ്രാമുള്ളവനെയും 6 ഗ്രാമുള്ളവനെയും പിടിച്ചുകൊണ്ട് നടക്കല്ലായിരുന്നു. അപ്പോൾ പിടിച്ചു കിട്ടുമല്ലോ, ഇപ്പോൾ കിട്ടുന്നുണ്ടല്ലോ എല്ലാ ദിവസവും. ഞങ്ങളിപ്പോഴും പറയുന്നത് ഇങ്ങനെയല്ല. സോഴ്സ് അറിയണം ആരാണെന്ന്, എവിടെ നിന്നാണ് വരുന്നത്, ഏത് സംസ്ഥാനത്ത് നിന്നാണ് വരുന്നത്, ആരാണിത് കൊടുക്കുന്നത്, ആരാണ് ഇതിൻ്റെ റാക്കറ്റിലുള്ളത് എന്ന്. ഇപ്പം സംസ്ഥാനത്ത് നെറ്റ്വർക്ക് വിപുലീകരിക്കുകയാണ്. ആ നെറ്റ്വർക്കിൻ്റെ ഭാഗമായി ഇവരെല്ലാം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ടാണ് അവരെ കുറ്റപ്പെടുത്തിയത്. ഇവർക്കെന്താ എത്ര വിഷമം? അവർ കുറ്റവാളികളാണ്, തെറ്റ് ചെയ്തവരാണ് എന്ന് SFI സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞല്ലോ. പിന്നെ ഇവർക്ക് മന്ത്രിമാർക്ക് എന്താ എത്ര വിഷമം? SFI എന്ന് പറയുമ്പോൾ ഇല്ല. നിങ്ങളെ വളരെ വ്യക്തമായിട്ട് പോലീസ് പറഞ്ഞല്ലോ. പോലീസ് വളരെ കൈരളി പറഞ്ഞാൽ കേസുകാരൻ വരില്ല, അതിൽ പ്രതിയാവില്ല. പോലീസാണ് അന്വേഷിക്കുന്നത്. പോലീസ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, സമ്മർദ്ദം കൊണ്ട് നിരപരാധികളെ കേസിൽ കൊടുക്കില്ല എന്ന് പറഞ്ഞു. കേസിൽ കുടുക്കിയിരിക്കുന്ന ആളുകൾ ആരൊക്കെയാണെന്ന് എല്ലാവർക്കും അറിയാം. എല്ലാവർക്കും അറിയാം കേസിൽ കുടുങ്ങിയത്. ഇനി കേസുകാരെ വേണേൽ പെടുത്തണം. അത് പെടുത്താൻ നിരപരാധികളെ പെടുത്താൻ തയ്യാറല്ല എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. മനസ്സിലായില്ലേ? അല്ല, ഞങ്ങൾ രാഷ്ട്രീയവൽക്കരിക്കും. കാരണം ഞങ്ങളുടെ ഒരു ആരോപണം നേരത്തെ ഉണ്ട്. ഞാൻ നിയമസഭയിൽ ആദ്യമായിട്ട് ഉപയോഗിച്ചൊരു വാക്കാണ് പൊളിറ്റിക്കൽ പേട്രണേജ്. രാഷ്ട്രീയ രക്ഷാകർതൃത്വം ഉണ്ട് ഈ സംഭവങ്ങൾക്ക്. അതുകൊണ്ടാണ് കേരളത്തിൽ ഇത് വ്യാപകമാകുന്നത്. ഞങ്ങൾക്ക് പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കാൻ പറ്റുമോ? പൊളിറ്റിക്കൽ പേട്രണേജ് അധികാരത്തിൽ ഇരിക്കുന്നവരാണ് കൊടുക്കുന്നത്. പൊളിറ്റിക്കൽ പേട്രണേജ് ഉണ്ട്, കൊടുക്കുന്നുണ്ട്. അത് നേതൃത്വം അറിഞ്ഞുകൊണ്ടാണോ? ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ പിടിച്ച കേസുകൾ നിങ്ങളൊന്ന് അന്വേഷിക്കും. ആരായിരുന്നു അതിൻ്റെ പുറയിൽ? ഒരു ലോഡ് പിടിച്ചല്ല. ആരായിരുന്നു അതിൻ്റെ പുറയിൽ? നിങ്ങൾ അന്വേഷിക്കുക, കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അന്വേഷിക്കുക. ഒരു പൊളിറ്റിക്കൽ പേട്രണേജ് കൊടുക്കുന്നുണ്ട്. യുവജന വിദ്യാർത്ഥി സംഘടനകൾക്ക് അതുമായിട്ട് ബന്ധമുണ്ട്. അപ്പോൾ അവരതിൽ നിന്ന് മാറ്റണം. മുതിർന്ന നേതൃത്വം പറഞ്ഞ് ഇത് കേരളത്തിന് അപകടമാണ്, ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞ് മാറ്റണം. അവർ പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? SFIയുടെ യൂണിയൻ ജനറൽ സെക്രട്ടറി പിടിയിലാവുമ്പോൾ ഞങ്ങൾ മിണ്ടാതിരിക്കണോ? ഞാനതുകൊണ്ടാണ് ചോദിച്ചത്. പൂക്കോടുണ്ടായ സംഭവം, ഈ കോട്ടയത്തുണ്ടായ സംഭവമൊക്കെ ഇതിൻ്റെ തുടർച്ചകളല്ലേ? അവിടെ എല്ലാം ലഹരി മരുന്ന് ഉപയോഗിച്ച് 150 പേരുടെ മുന്നിലാണ് ഒരാളെ വിവസ്ത്രനാക്കി റാഗിങ് നടത്തിയത്. പൂക്കോട് അയാൾ ആത്മഹത്യ ചെയ്താണോ കെട്ടിത്തൂക്കിയതാണോ എന്ന് ഇപ്പോഴും അറിയില്ല. എന്താ ചെയ്തത്? കോട്ടയത്ത് കോമ്പസ് കൊണ്ട് ശരീരം മുഴുവൻ കീറിയ സ്ഥലത്ത് ഫെവിക്കോൾ ഒഴിച്ച്. അത്ര ക്രൂരമായ റാഗിങ്ങിന് ചെയ്യണമെങ്കിൽ ഡ്രഗ് അഡിക്ഷനെ പറ്റുള്ളൂ. അപ്പോൾ അതാരാ നേതൃത്വം കൊടുത്തത്? സംഘടനാ ഭാരവാഹികൾ. അപ്പോൾ ഞങ്ങൾ പറയാതിരിക്കുമോ? ഞങ്ങൾക്ക് അങ്ങനെ ഒരു ആരോപണമുണ്ട്. ആ ആരോപണം പറയുക തന്നെ ചെയ്യും. ഇല്ലെങ്കിൽ അവരതിൽ നിന്ന് പിന്മാറ്റണം. അതുകൊണ്ടെന്താ? പോലീസ് പറഞ്ഞല്ലോ, അന്വേഷിച്ചിട്ട് പറഞ്ഞല്ലോ, ആ ആൾ അവിടെ ഇല്ല, ആൾക്ക് അതിലോട്ട് യാതൊരു ബന്ധവും ഇല്ലെന്ന് പോലീസ് പറഞ്ഞല്ലോ. പിന്നെ നിങ്ങൾ അന്വേഷിക്കാൻ പോയല്ലോ. നിങ്ങളാണ് പ്രതികളെ കണ്ടെത്തുന്നത്. നിരപരാധികളായ ആളുകളുടെ തലയിൽ നിങ്ങളാണ് കെട്ടിവെക്കുന്നത്. അന്വേഷിച്ച പോലീസാണ് പറഞ്ഞത് നിരപരാധികളുടെ തലയിൽ കേസ് കെട്ടിവെക്കില്ല, ഞങ്ങൾ നന്നായി അന്വേഷിച്ച് ഇട്ടാണ് ഇതിലെ പ്രതികളെ തീരുമാനിച്ചിരിക്കുന്നതെന്ന് പോലീസ് പറയുന്നത് പോരാ. എന്നാൽ പിന്നെ തലശ്ശേരി ചെയ്ത പരിപാടി ചെയ്യും. തലശ്ശേരിയിൽ പോലീസിനോട് കളിച്ചാൽ, അല്ല ഞങ്ങളോട് കളിച്ചാൽ, CPMനോട് കളിച്ചാൽ അല്ലേ പറഞ്ഞത്, പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ആ ഉദ്യോഗസ്ഥന്മാരെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി CPM ക്രിമിനലുകൾ തലശ്ശേരിയിൽ. എന്താ വിഷയം ഉണ്ടായത്? അമ്പലത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഇൻക്ലാബ് സിന്ദാബാദ്. അമ്പലത്തിൽ ഉത്സവത്തിന് അത് പോലീസ് പിടിച്ചു മാറ്റാൻ ചെന്നപ്പോൾ പോലീസിനെ നിലത്തിട്ട് ചവിട്ടിക്കൂട്ടി. എന്നിട്ട് പോലീസിനോട് പറഞ്ഞു, ഇത് ഞാൻ പറഞ്ഞതല്ല, FIRൽ കേരള പോലീസ്, പിണറായി വിജയൻ്റെ കീഴിലുള്ള പോലീസ് എഴുതി വെച്ചിരിക്കുക. അതായത് CPMനോട് കളിച്ചാൽ പിന്നെ തലശ്ശേരി പോലീസ് സ്റ്റേഷനിൽ ഒരുത്തരും ഉണ്ടാവില്ലെന്ന് അവർ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചു. ആ 2 SIമാരെ ഇവർ സ്ഥലം മാറ്റി. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ആരോപണം ഉന്നയിച്ച് കടക്കൽ ക്ഷേത്രത്തിൽ, ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് ഇവർ ഗാനമേള നടത്തി. എന്താ ഗാനമേള? പുഷ്പനെ അറിയാമോ?
അമ്പലത്തിലെ പാട്ട്. പിന്നെ ലാൽ സലാം സഖാക്കളെ എന്നിട്ട് ബാക്കിലെ വീഡിയോ വാളിൽ അരിവാൾ ചുറ്റിയ നക്ഷത്രം, DYFI, CPM ഇതൊക്കെ തെളിയുന്നു. നാണം കെട്ട പാർട്ടിയല്ലേ ഇത്, നാണം കെട്ട പാർട്ടി. അവിടെ അതിൻ്റെ പേരിൽ ഒരു സംഘർഷം ഉണ്ടായി, BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ഇവരുടെ ലക്ഷ്യം. അമ്പലത്തിൽ പോയി ഇത് ചെയ്ത് അവിടെ സംഘർഷം ഉണ്ടാക്കി BJPക്ക് സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇവനൊന്നും പാട്ടുപാടാൻ വേറെ സ്ഥലമൊന്നുമില്ലേ? അമ്പലത്തിലെ ദേവസ്വം ബോർഡിന്റെ അമ്പലത്തിലെ ഗാനമേളയ്ക്കാണ് പുഷ്പനെ അറിയാമോന്ന് ചോദിക്കുന്നത് ഭക്തജനങ്ങളോട്. വിവിധ വിഷയങ്ങളിൽ സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മയക്കുമരുന്നിന്റെ സ്രോതസ് അടക്കം കണ്ടെത്തുന്ന വിധത്തിലുള്ള അന്വേഷണം വേണം. ഇപ്പോഴാണോ സർക്കാർ ഉണർന്നത് എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിക്കുന്നത്.